രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ അല്പം സംസാരിക്കാമെന്ന് കരുതുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ദിവസമല്ല, കുറേ കാലമായിട്ട് നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ്. അവിടെ ഒരു കുഴപ്പമുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, നേതാക്കളുടെ ബാഹുല്യം നിമിത്തം അവർക്ക് മരുന്ന് തിരിയാൻ നേരം കിട്ടുന്നില്ല. ഒരുപിടി നേതാക്കളുണ്ട്, പലതും കടുമട്ട് പ്രായം കഴിഞ്ഞവരാണ്, രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പിന്മാറാൻ തയ്യാറായിക്കൊണ്ട് പുതിയ തലമുറയെ അതിലേക്ക് പിടിച്ചു കയറ്റേണ്ടവരാണ്. പക്ഷെ ആര് ഇവരെ നിയന്ത്രിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ തൊട്ടേ പലരും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരൻ ഒരു കാലത്ത് പുലിയായിരുന്നു, പുപ്പിലിയുമായിരുന്നിരിക്കാം മലബാർ പ്രദേശത്ത്. കാലം കടന്നുപോയി, പ്രായമായി, രോഗങ്ങളും ഓർമ്മയെയും ഒക്കെ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതെന്തുമാകട്ടെ, പക്ഷേ രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരെയും പുതിയ തലമുറയ്ക്ക് ആവേശമായിട്ട് നിൽക്കേണ്ട അദ്ദേഹവും അതുപോലെ വേറെ കുറച്ച് പേരുമൊക്കെ ഈ പാർട്ടിയെ വെറുതെ കൊണ്ടുപോയി നാണം കെടുത്തുകയാണ്. പറയാതിരിക്കത്തില്ല. ഒരു മുഖ്യമന്ത്രി കസേര എവിടെയോ കണ്ട് കിനാവുകളിലായിരിക്കാം, ഇത് നടന്നിട്ടില്ല, അല്ല സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാമെന്ന് പറയുന്നതല്ല, വെറും സ്വപ്നത്തിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. പാർട്ടി തലത്തിലുള്ള എണ്ണങ്ങൾ പോലും അറിയണമെങ്കിൽ 4-ാം തീയതി വരെ കാത്തിരിക്കണം. അപ്പോഴെന്നും ഈ കഴിഞ്ഞ തവണയും ഇലക്ഷന് പിണറായിക്ക് വളരെ എളുപ്പത്തിൽ തുടർഭരണത്തിലേക്ക് വരാൻ വഴിയൊരുക്കിയത് കോൺഗ്രസിനുള്ളിലെ അടിപിടി രാഷ്ട്രീയമാണെന്ന് പറയാതിരിക്കത്തില്ല. അതിന് പ്രത്യേകിച്ച് പഠനങ്ങളൊന്നും ആവശ്യമില്ല. അവരുടെ ആറ്റിറ്റ്യൂഡുകളിലേക്ക്, മനോഭാവതലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചറിയാം. ഇപ്പോഴതൊരു പടി കൂടി കടന്ന് വളരെ പരസ്യമായിട്ട് നാണം കെട്ട വിധത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. എല്ലാവരും രാഷ്ട്രീയം കളിക്കും, പക്ഷെ ഇത് രാഷ്ട്രീയം കളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുമാതിരി മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന, വോട്ട് ചെയ്തവരെ അവഹേളിക്കുന്ന, അവർക്ക് ഈ നേതാക്കളോട് പകയും വിദ്വേഷവും തോന്നത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. ഓരോ ദിവസവും മീഡിയ ചാനലുകൾക്കൊക്കെ ഇഷ്ടത്തിനുള്ള ഇരയിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊന്ന് വന്നോട്ടെന്നെങ്കിലും കാത്തിരിക്കാനുള്ള ബുദ്ധി ഇവർക്കൊന്നും ഇല്ലേ? അധികാരത്തിനുള്ള ത്വര കൊണ്ട് സാമാന്യബോധം നഷ്ടപ്പെട്ട ഒരു കടിപിടി കൂടുന്ന ഈ നേതാക്കളെയൊക്കെ ജനം വെറുത്തു തുടങ്ങി എന്ന് പറയാതിരിക്കത്തില്ല. വനവാസത്തിന് പോകുന്നു എന്ന് പറയുന്നവനും, അല്ലെങ്കിൽ വനവാസത്തിന് പോകുന്നില്ല, ഇവിടെ തന്നെ വസിച്ചേ അടങ്ങൂ എന്ന് കരുതുന്ന കേന്ദ്രത്തിൽ നിന്ന് കടന്നു വരുന്നവനും ഒക്കെ മനസ്സിലാക്കേണ്ടതെന്നുണ്ട്. ജനമാണ് വോട്ട് തന്നത്. നിങ്ങൾ ഭരിച്ചാലും ഭരിച്ചില്ലേലും ഞങ്ങൾക്കൊന്നും വലിയ സ്വർഗവാതിൽ തുറന്നു കിട്ടും, ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരും എന്ന് കരുതുന്നില്ല. ഭരണം 10 കൊല്ലമില്ലാത്തത് കൊണ്ട് പഞ്ഞമായി എന്ന് പറഞ്ഞാൽ പഴയതുപോലെയൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നതിന് അവർക്കിടെ സാധിക്കാതെ പോകുന്നത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കണം. UDF തന്നെ പല കക്ഷികൾക്കും ഭരണം കിട്ടിയില്ലെങ്കിൽ അവർ ഇത് കിട്ടേച്ചങ്ങ് പോകും, ഒരടുപ്പവും കാണിക്കാതെ ഇറങ്ങിപ്പോയെന്നും വരും. അത് തന്നെയല്ല, ഈ കോൺഗ്രസിൽ തന്നെ എത്ര പേര് തങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കും, BJP വെറുതെ ഒരു പൂ കാണിച്ചാൽ ഇറങ്ങിപ്പോകില്ലേ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അധികാര കസേര സ്വപ്നം കാണുന്നവരൊക്കെ നാളെ ഏതു വിധത്തിലായിരിക്കും രാഷ്ട്രീയ ചേരികളിലേക്ക് പോവുക തോറ്റുകഴിഞ്ഞത് എന്ന് കാത്തിരുന്ന് കാണണം. അതിനെക്കുറിച്ച് പ്രവചനം നടത്താനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഭരണസമിതിയിലെ ഒരുപിടി കക്ഷി നേതാക്കൾ മറ്റുള്ള കൂട്ടത്തിലുള്ള പാർട്ടികളെ പോലും വെറുപ്പിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ നടക്കുന്നു.
എന്താ പറയുക, എന്താണ് ഒരു സാമാന്യ ബോധം എന്ന് പറയുന്നത് ഉദിക്കാത്ത രാഷ്ട്രീയക്കാരാണോ ഇവരൊക്കെ? സാമാന്യം കഴിവും വിവേകവും ഒക്കെ ഉള്ളവരായിരുന്നു എന്ന് ഞങ്ങളൊക്കെ കരുതി. അതെല്ലാം പഠിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കുന്ന ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താനായിട്ട് ആർക്കും കഴിവില്ലേ? അല്ലേ? എന്താ പറയുക, കമാൻഡൊക്കെ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? കേന്ദ്രമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് പറയുക. കേന്ദ്രത്തിന് വേറെ പല കാര്യങ്ങൾക്കും പുറകെ നടക്കേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് എന്നത് വെറുതെ ഒരു കമാൻഡ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. ഒരു കാര്യം തീർത്തു പറയാം, ഇന്ന് എന്നെ പോലെയുള്ളവരൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തമ്മിലടി കാരണം നിങ്ങളോട് വെറുപ്പും ഇഷ്ടക്കേടും അതിനേക്കാൾ കൂടി നിങ്ങളോട് ഒരു കാലത്തും ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സുകൊണ്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴെങ്കിലും വിവേകമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയുക. കഴിവുള്ളവനെ, ബുദ്ധിമുട്ടിയവനെ, അത് സതീശനാകാം, വേറെ ആരെങ്കിലും ആകാം, അല്ലാതെ ഊസിന് വന്ന് വെറുതെ മുഖ്യമന്ത്രിയാകാം എന്ന് കരുതുന്നവന് നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക. മാത്രമല്ല, ഒരു എം പിയും മത്സരിക്കണ്ടെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു എന്ന് വീമ്പിളക്കിക്കൊണ്ട് ഇവിടെ അടപടലം പലരെയും ഒതുക്കി. അത് ഇന്നും തുടരണ്ടേ? അപ്പം അങ്ങനെയുള്ള ഒരാൾ എം പി സ്ഥാനത്തു നിന്നൊന്ന് ഇവിടെ മുഖ്യമന്ത്രിയാകുമ്പോൾ 2 ഇലക്ഷനാണ് വരിക. അപ്പോൾ 2 ഇലക്ഷനിലും ഇവരെ കെട്ടിവെച്ച കാശ് കിട്ടാത്ത വിധത്തിൽ തോൽപ്പിക്കണം. കാരണം ഇത് അതിമോഹമാണ്, അധികാരത്തോടുള്ള ഒട്ടിപ്പിടിക്കലാണ് എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം കേരളക്കാർക്കുണ്ടാകണം.